ക്ഷീരകർഷക സംഗമവുമായി ജനതയുടെ യാത്ര തുടരുന്നു. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. അധ്വാനിച്ച് അന്നം തേടുന്ന ക്ഷീരകർഷകർക്ക് കൈത്താങ്ങായി 50 വർഷം മുമ്പ് ആരംഭിച്ച് അവർക്ക് ആശയും ആവേശവും ഏകിക്കൊണ്ട് അരനൂറ്റാണ്ട് പിന്നിടുന്ന ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്ന ക്ഷീരകർഷക സംഗമം വെള്ളൂർ ഏച്ചിലാംവയൽ ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്നു. സൊസൈറ്റി സെക്രട്ടറി ടി ശ്രീജിത്ത് സ്വാഗതവും പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷതയും വഹിച്ച ക്ഷീരകർഷക സംഗമം പയ്യന്നൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയൊരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപം കൊള്ളാനിടയായ സാഹചര്യത്തെക്കുറിച്ചൊന്നും ഈ ഒരു വേദിയിൽ ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലൊരു ചെറിയ പങ്ക് വഹിച്ച ഒരാളാണ് ഞാനും. നമ്മളെല്ലാം കൂട്ടായിട്ടാണ് ഈ വളർച്ചയിൽ പങ്കാളികൾ ആയത്. ഇന്നിപ്പോൾ കേരളത്തിലെ ക്ഷീരമേഖല അത് വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു കൊണ്ടുപോവുകയാണ് എന്നുള്ള വസ്തുത നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെ ഞാനും നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. പാലിൻ്റെ വിലയാണ് കർഷകർക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രോത്സാഹനം. പക്ഷേ പാല് വില എത്ര കൂടുമ്പോഴും ആ കൂടുന്നതിനപ്പുറമാണ് കാലിത്തീറ്റയുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. 10 കൊല്ലം കൊണ്ടോ 20 കൊല്ലം കൊണ്ടോ പാലിന് 4 ഇരട്ടി വില കൂടുന്നുണ്ടെങ്കിൽ ആ 10 കൊല്ലം കൊണ്ടോ 20 കൊല്ലം കൊണ്ടോ കാലിത്തീറ്റക്ക് 5 ഇരട്ടിയോ 6 ഇരട്ടിയോ ആയാണ് വില കൂടുന്നത്. ചടങ്ങിൽ 2025-26 വർഷത്തെ ഇൻസെന്റീവ് വിതരണവും ക്ഷീരകർഷകർക്കുള്ള ധനസഹായ വിതരണവും നടന്നു. വാർഡ് കൗൺസിലർ കെ ശ്രീജ, മുൻ പ്രസിഡന്റ് ഇ ഭാസ്കരൻ, സെമിനാറിന്റെ സംഘാടക സമിതി കൺവീനർ ദിനേഷ് കുമാർ KV എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ക്ഷേമ സംഘം സെക്രട്ടറി KP പ്രകാശൻ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് ഉൽപാദക മികവിന് രോഗനിർണയവും നിയന്ത്രണവും എന്ന വിഷയത്തിൽ ക്ഷീരകർഷകർക്കായി പഠന ക്ലാസ് നടന്നു. ചുങ്കക്കുന്ന് വെറ്റിനറി പോളിക്ലിനിക്കിലെ സീനിയർ വെറ്റിനറി സർജൻ ഷിബു PN കർഷകർക്ക് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.